എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ സൺഡേ പ്രെയറൊക്കെ കഴിഞ്ഞിട്ടേ, പിള്ളേരുടെ യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളുടെയും എല്ലാവരോടും ഒരുമിച്ചുള്ള കോമൺ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് 4:30 ഇവിടെ എത്തിയുണ്ട്. ആകെ ഒരു ടയേർഡായി. പിന്നാണ് ഞാൻ ആലീസ് എന്നോട് ചോദിച്ചേ. ആലീസ് കുറേ ദിവസം കൊണ്ട് ക്രിസ്മസ് റെസിപ്പി ചോദിക്കുക. അപ്പം ഞാൻ ഇന്ന് ഒരു ക്രിസ്മസ് റെസിപ്പിയാണ് ഇടുന്നത്. അപ്പോൾ ഇന്നലെ എന്നോടേ എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ, ലിപ്സ്റ്റിക്ക് നല്ലതാണ്. ഞാൻ ലിപ്സ്റ്റിക്കല്ല തേച്ചത്. കണ്ടേ, ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് ഇതൊക്കെ ഇച്ചിരി പൊട്ടുന്നുണ്ട് ലിപ്സ്. അപ്പം ഞാൻ ഇച്ചിരി ഈ കൊക്കോടെ വാസലീനാണ് തേച്ചത് കേട്ടോ. അപ്പോൾ അത് തേച്ചുണ്ടെങ്കിൽ ഒരിത്തിരി കളർ വരും. അപ്പം ചില സമയത്ത് ഇതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ എനിക്ക് കണ്ണ് കണ്ടില്ല. കണ്ടോ, ഇതങ്ങ് തിന്നാൻ തോന്നും കേട്ടോ. നല്ല ഒരു ടേസ്റ്റായി ഇതിന്. നല്ലൊരു കൊക്കോടെ എന്തോടാ താഴെ അടിയുണ്ടായോ? പിന്നെ പ്രൈസൻ താഴെ പോയിട്ട് വന്നിട്ട് ഒരു മിനിറ്റ് എന്നിട്ട് ടൈം ടേബിൾ എടുക്ക് പോയി. ഇവൻ്റെ ആണെങ്കിൽ ഡ്രൈ സ്കിന്നോ, ഇവൻ്റെ എപ്പോഴും തണുപ്പാന്നേലും അല്ലാത്തപ്പോഴും ഇവൻ്റെ സ്കിൻ എപ്പോഴും ലിപ്സ് ഇങ്ങനെ പൊട്ടിയിരിക്കും. എന്നും തേക്കാൻ പറയും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കറി കൂട്ടിയിട്ട് ഞാനും കഴിച്ചായിരുന്നു. ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞ്. ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നില്ലേ ഫുഡ്. ഞാനും കഴിച്ചിട്ടാണ് ഇപ്പം വീഡിയോ ഇട്ടായിരുന്നു. ഇപ്പം ഇത്രയും നേരം അടുക്കളയിലായിരുന്നു. ഇവൻ കളിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇപ്പം പ്രൈസൻ പോ, സമയമായി. എളുപ്പം കുളിച്ച് ടൈം ടേബിൾ എടുക്ക്, എന്നിട്ട് വല്ലതും കഴിച്ചിട്ട് കിടക്കാൻ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇതിപ്പം ഞാൻ രാവിലെ അരച്ച് വെക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് രാത്രിത്തേക്കിനാ. അപ്പം ഇന്ന് സൺഡേലത്തേക്കിന്. അപ്പം ഞാൻ ശനിയാഴ്ച രാത്രിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ജോലികളും കഴിഞ്ഞ് ഒരു 12:30 കഴിഞ്ഞിട്ടാണ് ഞാൻ 2 ഗ്ലാസ് അരി പച്ചരി വെള്ളത്തിൽ കൂത്ത് വെച്ചായിരുന്നു. അതിപ്പോൾ കഴുകി വാരി ഒരു ചരുവത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു 1.5 കപ്പ് അവലെടുത്തിട്ടുണ്ട്, വെള്ള അവൽ. അപ്പം നിങ്ങളുടെ വെള്ള അവലില്ല, ബ്രൗൺ അവലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അപ്പത്തിന് കളർ ഇത്തിരി ബ്രൗൺ കളറായിരിക്കും. അതുപോലെ ഈ വെള്ള അവലെടുത്തേക്കുന്ന ഇവിടെ ജാട മീൻസ് ഇത്തിരി കട്ടിയുള്ള അവലാണ് കേട്ടോ. കട്ടിയില്ലാത്ത അവലാണെങ്കിൽ അങ്ങ് കഴുകുമ്പോഴേ അതങ്ങ് അലിഞ്ഞു പോവും. അതനുസരിച്ച് ഇത് കട്ടിയുള്ള അവല. അതൊന്ന് കഴുകിയിട്ട് ഈ അരിക്കകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് ചോറും ചേർത്തിട്ടുണ്ട്. ഞാനിപ്പം തേങ്ങ ഇതെല്ലാം കൂടെ ഞാനങ്ങ് ഒരുമിച്ച് ഒരെണ്ണത്തിൽ ഇടുക. കാരണം അല്ലെങ്കിൽ കുറച്ച് അതിൽ നിന്ന് കുറച്ച് ഇതിൽ നിന്ന് കുറച്ച് ചോറ് കുറച്ച് അങ്ങനെ അരയ്ക്കുന്നതിനേക്കായി ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പം നമുക്ക് 2 തീരായിട്ട് അരച്ചാൽ മതി. തേങ്ങ ഞാനൊരു 3/4 കപ്പ് തേങ്ങ എടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് എടുക്കാം. ഞാൻ ഇപ്പം തേങ്ങ കുറവായതുകൊണ്ടാണ് ഞാൻ ഈ അവലിച്ചിരി കൂടുതലെടുത്തത്. ഞാൻ പറഞ്ഞാൽ ഈസ്റ്റ് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം എത്രയും വേണമെന്ന് വെച്ചാൽ. അപ്പം അപ്പത്തിനൊരു ഇച്ചിരി ഒരു ലൈറ്റ് മധുരം ഉള്ളത് നല്ലതല്ലേ. ഞാൻ ഈ കാണിക്കുന്നത് തേങ്ങാവെള്ളം. ഈ തേങ്ങാവെള്ളം ഞാൻ ഒരു 3 ദിവസത്തിന് മുമ്പിട്ട്, കാരണം ഞാൻ ആ ദിവസം അപ്പം ഉണ്ടാക്കാമെന്നും പറഞ്ഞാൽ ഇരുന്നത്. പിന്നാണ് ഞാനത് മാറ്റിയത്. ഞായറാഴ്ച ഉണ്ടാക്കിയാൽ എനിക്ക് അത് വൈകിട്ട് വന്ന് വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു. അപ്പം ഞാൻ 3 ദിവസത്തിന് മുമ്പിട്ട് ഞാൻ ഒരു തേങ്ങ പൊട്ടിച്ചെണ്ണേ ആ തേങ്ങാ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ആ ദിവസം മൊത്തം അത് വെളിയിലിരിക്കുമായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ അതങ്ങ് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച്. അല്ലെങ്കിൽ അത്രയും ദിവസം വെളിയിലിരിക്കുവാണെങ്കിൽ അതൊരു സൈസ് നൂൽ പരുവത്തിൽ ആവും. അത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അത്ര നൂൽ പരുവാകത്തില്ല. നമുക്കില്ലേ ഈസ്റ്റിന് പകരം നമുക്കത് നല്ല വീര്യമുള്ള ഇതായിട്ടിരിക്കും ആ തേങ്ങാവെള്ളത്തിൽ അത് ഒഴിക്കുന്നതാണ്. അപ്പം ഞാൻ ആ തേങ്ങാവെള്ളം ഒഴിച്ചാണ് ഇത് ആദ്യം അരയ്ക്കുന്നത്. വെള്ളം പിന്നെ വേണമെങ്കിൽ സാധാ വെള്ളം ഒഴിച്ച് അരയ്ക്കുവേ. അപ്പം ഞാൻ ഈ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ തേങ്ങാവെള്ളം മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച്. അപ്പം പഞ്ചസാര ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തല്ലേ. നിങ്ങൾക്ക് അത്രയും വേണ്ട എങ്കിൽ അത്രയും ചേർക്കണ്ട. കാരണം നമ്മൾ ഈ സ്റ്റൂവും ഈ അപ്പമൊക്കെ കഴിക്കുന്നതിന് ഒരു ഇച്ചിരി അപ്പത്തിനൊരിച്ചിരി മധുരം ഉള്ളത് നല്ലതാണ്. രാവിലെ പ്രെയറിന് പോകുന്നതിന് മുമ്പിട്ടാണ് ഞാനിത് അരച്ച് വെച്ചിട്ട് പോകുന്നത്. വൈകിട്ട് വരുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞില്ലേ ഈസ്റ്റ് ഞാൻ ചേർക്കുന്നില്ലെന്നുള്ളത്. അപ്പോൾ ഞാനിതെല്ലാം അരച്ച് വെച്ചിട്ട് ഒരു 9 മണി ആയപ്പോൾ ഞാൻ ഇതെല്ലാം അരച്ച്
വെച്ച ഉടനെ ഒരു 9 മണിയായിട്ടുണ്ട്. ഇപ്പം മാവ് നമ്മൾ അരച്ച് വെച്ചിട്ട് ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. ഞാൻ രാവിലെ 9 മണിക്കാണല്ലോ അരച്ചത്. അപ്പോൾ ഒരു 7-8 മണിക്കൂർ ഇപ്പം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് ഞാൻ ഇതൊന്ന് കലക്കാൻ പോവാം. അപ്പം നമ്മൾ ഈ 7-8 മണിക്കൂർ നമ്മളിപ്പോൾ ഈസ്റ്റ് കൂടെ ചേർത്ത് വെക്കുവാണെങ്കിൽ ഇപ്പം ഈ ചരുവമൊക്കെ കുതുമ്പി അങ്ങ് പോവും, അത്രയ്ക്ക് അങ്ങ് പുളിച്ച് കയറും. അപ്പം നമ്മൾ ഈസ്റ്റ് ചേർക്കാഞ്ഞതുകൊണ്ട് നമ്മൾ ദോശ ഇഡലിക്കൊക്കെ അരച്ച് വെക്കത്തില്ലേ, അതുപോലെ മാവ് പുളിച്ചിട്ടുണ്ട്, അത്രയങ്ങ് പൊങ്ങി വന്നിട്ടില്ല. അപ്പം ഞാൻ ഉപ്പൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി വെക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കറി എന്ന് പറയുന്നത് ഒരു ബീഫ് സ്റ്റൂ ആണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇതിപ്പോൾ ഒരു 1/2 കിലോ ബീഫുണ്ട്. ഇത് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനി ഒന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ ഇതിലത്തേക്കിന് വേണ്ടി ഞാനിവിടെ 1.5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 സവാള, ഉരുളൻകിഴങ്ങ് ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഉരുളൻകിഴങ്ങൊക്കെ പോൾമോനൊക്കെ ഇഷ്ടമാണ് കറിയിൽ നിന്ന് കഴിക്കാൻ. ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഞാൻ അരിയുമ്പോൾ ഇത്രയും എടുക്കത്തില്ല കേട്ടോ. പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഇച്ചിരി എരിവുള്ള പച്ചമുളക്. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമേ. ഞാനിവിടെ ബീഫ് ഒരു 5-6 വിസിലടിച്ചിട്ട് അത് വേവിച്ചങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം ബീഫ് വെള്ളമുണ്ട്, അതിലോട്ട് തന്നെ ഞാനിത് എളുപ്പത്തിന് ചെയ്യുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ഉരുളൻകിഴങ്ങും ക്യാരറ്റും വഴട്ടി തന്നെ എടുക്കാം. അപ്പോൾ ഇതൊരു എളുപ്പമായതുകൊണ്ട് ഞാൻ ഇത് കുക്കറിലൊരു വിസിലടിച്ചെടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സ്വല്പം ഉപ്പൂടെ. എപ്പോഴും ഉപ്പിട്ടിട്ടേ ലാസ്റ്റ് കുളമാണല്ലേ, ഏതാണ്ട് ഇത്രയും ഇടുന്നുള്ളൂ. സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചെടുക്കുന്നുണ്ട്. ഇതിലൊഴിച്ചിട്ടുണ്ട്. ഇതിലോട്ടൊരു പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇടുന്നുണ്ട് കറിവേപ്പില, ചെറിയതൊക്കെ ഇഞ്ചി മൊത്തം എടുത്തില്ല, ഇച്ചിരി മാറ്റി വെച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള. വെളുത്തുള്ളി ഞാൻ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ചോദിക്കും ഈ ചട്ടിക്കകത്ത് മീൻ വെക്കുള്ളൂ. ഇതുവരെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. ഇങ്ങനെയുള്ള തീയൽ, ഇങ്ങനെയുള്ള എന്തെങ്കിലും കറികൾ, മീനൊഴിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുക്കറി വേവിച്ച് ക്യാരറ്റ് ഞാൻ മൊത്തം ഇട്ടില്ലായിരുന്നേ, ഒരെണ്ണ ഇട്ടുള്ളൂ. ഞാൻ 2-ാം പാൽ, ഇതൊരു 1.5 കപ്പ് 2-ാം പാലുണ്ട്. ബാക്കിയുള്ള കിഴങ്ങിൻ്റെ വെള്ളം കൂടെ ഒന്ന് ഒഴിക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വേവട്ടെ. ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് തീരെയില്ല. ഇതിപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ ഇതൊക്കെ വേവിച്ചത് കൊണ്ട് കിഴങ്ങൊക്കെ വെന്തയാ. കിഴങ്ങൊന്ന് വെന്തുടയണേ, അപ്പോഴാണ് അതിനൊരു കൊഴുപ്പും ഇതൊക്കെ കിട്ടുന്നത്. ഞാൻ കാണിക്കാമേ. ഞാനൊരു വലിയ കിഴങ്ങ് നോക്കിയാൽ വലിയ കിഴങ്ങ് കിട്ടിയില്ല. അതിൻ്റെ കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് 1-ാം പാല്, ഇതിച്ചിരി ഒരു 10 കാഷ്യൂനട്ട് അരച്ചതാണ്. കാഷ്യൂനട്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ വേണേൽ കുറച്ച് ചേർക്കാമേ. കാഷ്യൂനട്ട് ആകുമ്പോൾ കുറേയും കൂടെ ടേസ്റ്റ് കിട്ടും.
ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കഴിവതും കുരുമുളക് ചതച്ച് ചേർക്കാമെങ്കിൽ അങ്ങനെ ചേർക്കേ. കുരുമുളക് പൊടിയാവുമ്പം നമ്മുടെ കറിക്കൊരു ഡാർക്ക് കളർ വരും. നമ്മൾ ഈ ലിവറും ബീഫൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഈ കുരുമുളക് പൊടി ചേർക്കുമ്പോഴല്ലേ ആ കളർ വരുന്നത്. അതുപോലെ ഇതിനും ആ കളർ വരും. ചതച്ചതാവുമ്പോൾ അത്രയും വരത്തില്ല. 1 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ചതച്ചതാണേലും 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കുക. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏലക്കപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു മണവും ഒക്കെ കിട്ടും. ഇപ്പം തന്നെ ഓൾറെഡി നല്ല മണമുണ്ട് ഗരം മസാലയൊക്കെ ചേർത്തുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയ തീയിൽ അവിടെ ചേരം കിടക്കട്ടെ. ഇപ്പോൾ കറി ഇവിടെ തണുക്കുമ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് അത് കൊഴുത്തതോളും. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കടുക് വറുത്ത് ചേർക്കണം. കടുക് വറക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കിക്കോണേ. സാധാ കടുകല്ല ഞാൻ ഈ വറുത്ത് ചേർക്കുന്നത്. സാധാ കടുക് എന്ന് പറഞ്ഞാൽ കടുക് സാധാരണയാണ്. നമ്മൾ സാധാരണ കടുക് വറുക്കുന്നത് കടുക്, ഉള്ളി, കറിവേപ്പില ഇതല്ലേ. ഇതിലിപ്പോൾ ചേർക്കുന്നത് അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് അല്ല. ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് ഞാൻ കൊച്ചുള്ളി കുറച്ച് ചേർത്തു. അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇതിപ്പം ഇച്ചിരി പീസായിട്ടൊക്കെ ഉള്ളതാണ് അണ്ടിപ്പരിപ്പ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോ. ഇവിടെ ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല, എന്നാലും ഞാൻ കുറച്ചൊന്ന് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റേസിൻസ്, മുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ കറിക്കകത്തിടുമ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് കടിക്കുന്ന ഉടനെ നല്ല അടിപൊളി ടേസ്റ്റായി. ഇപ്പോൾ ഈ കൊച്ചുള്ളിയും കൂടെ ഒക്കെ ആയി വറുത്തപ്പോഴത്തേക്കിന് എന്താ മണമെന്നറിയാമോ. അപ്പോൾ ഈ കാഷ്യൂനട്ട് നന്നായി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ ആ ചൂടിൽ ഒന്നിട്ടാൽ ഉടനെ അതങ്ങ് വീർത്ത് വരും. അതുകൊണ്ട് ഇതങ്ങ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം അതൊന്ന് ഇട്ടിട്ട് തീ കുറച്ച് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ഇച്ചിരി ചാറാക്കിയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകിക്കോളും. കാരണം അപ്പത്തിന് ഇവിടെ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ചാറ് വേണം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഞാൻ 2 അപ്പച്ചട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുവാണേ. ഒഴിക്കുമ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. പിന്നെ തീ കുറയ്ക്കും. ഇങ്ങനെ ഹോള് വന്നിട്ട് പിന്നെ അടച്ചിടും. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇതിൽ ആദ്യത്തെ ആയതുകൊണ്ട് കല്ല് ഒത്തിരി ചൂടായിരുന്നു കേട്ടോ. അടിക്കൊക്കെ പെട്ടെന്ന് അങ്ങ് പിടിച്ച് ആദ്യത്തെ ഇച്ചിരി ഇതായി. അപ്പം മിക്കവാറും ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ഫ്ലോപ്പ്. പക്ഷെ അപ്പുറത്തെ ചട്ടിയിൽ ഉണ്ടാക്കിയതിന് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതില്ല ഞാൻ ഇത്തിരി ചൂടായതുകൊണ്ട് തീ ഒന്ന് കുറയ്ക്കാനും പറ്റിയില്ല. അപ്പം ഞാൻ അപ്പുറത്തൊരു സൗണ്ട് കേൾക്കുന്ന എന്തോന്നോ വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റീൽ ചരുവല്ലേ, അടിയിൽ നിന്ന് അങ്ങോട്ട് ചൂട് കയറുന്നതിൻ്റെ ഇങ്ങനെ ഒരരപ്പ് പോലെ. അപ്പം ഞാൻ ആദ്യത്തെ അപ്പം ഒരിച്ചിരി ഫ്ലോപ്പായി. ഈ അപ്പം ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒഴിച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഉണ്ടാക്കുക. അപ്പം ഞാൻ വെന്തോന്ന് നോക്കുന്നത് ഈ നടുവ് ഇങ്ങനെ വിരലിട്ട് കുത്തി നോക്കും. എന്നിട്ടാണ് വെന്തോന്ന് കൈ ഒട്ട് പിടിക്കുന്നെങ്കിൽ കുറച്ച് നേരം കൂടെ തീ കുറച്ചിട്ട് ഇടും. എന്നിട്ട് പിന്നെ ഉണ്ടാക്കുന്നുണ്ടെ തീ കൂട്ടിയിടും. ഇത് അരിക് നന്നായി ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകുവശം ഉണ്ടല്ലോ, പുറകുവശവും നല്ല ക്രിസ്പി പോലെ ഇരിക്കും. പക്ഷേ ആകെ നല്ല ഇച്ചിരി തണുക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ക്രിസ്പി പോലായി എടുക്കും. പക്ഷേ ഇത്തിരി നേരം തണുക്കുന്ന ഉടനെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇവിടെ പൂളിന് നല്ല ക്രിസ്പി പോലെ ഇരിക്കുന്നതാണ് വേണ്ടിയത്. ഇവിടെ റേച്ചാനും എനിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് വേണ്ടിയത്. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അത് തണുത്തതിന് ശേഷമാണ് ഞാൻ വേറെ പാത്രത്തിൽ ആക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റാണെന്നുള്ളത്. അപ്പം ഞാനിതൊന്ന് തണുത്ത് അപ്പം ഞാനിതിങ്ങനെ പറക്കി ഇടുന്നുണ്ട്. ഇതാണ് ഇങ്ങനെ ഈ ബ്രൗൺ കളർ പോലെ ആവുന്നതാണ് ഇവിടെ പൂളിനിഷ്ടം. അപ്പം അടിവശം നാണ്ട് ഇങ്ങനെ നല്ല കടക്ക് പോലെ ഇരിക്കും. ഈ നടുവശം നല്ല സോഫ്റ്റാണ്. റേച്ചാന് ഈ നടുവശം ഇച്ചിരി ഒന്ന് പൊങ്ങിയിരിക്കണം. അങ്ങനെയുള്ളതാണ് റേച്ചാനിഷ്ടം. അപ്പം ഞാൻ എല്ലാവർക്കും ഉള്ളതൊന്നും ഉണ്ടാക്കി. റേസൻ താഴെ കളിക്കാൻ പോയേക്കുമായിരുന്നു. പ്രോളും അപ്പച്ചുണ്ട്. റേച്ചാനും വെളിയിൽ പോയേക്കുന്നു.
അപ്പോൾ ഈ കറി ഉണ്ടല്ലേ ഒരിച്ചിരി യെല്ലോ കളറാണ്. പക്ഷേ എൻ്റെ ഈ ക്യാമറയിൽ വീഡിയോയിൽ ഞാൻ എടുക്കുന്നുണ്ടേ ഒരിച്ചിരി അങ്ങനെ അത്രയും അങ്ങോട്ട് യെല്ലോ പോലെ വരുന്നില്ല. പക്ഷേ ഇതിനേക്കായി കുറച്ചുകൂടെ യെല്ലോ കളറാണ്. പക്ഷേ പിള്ളേർക്കെല്ലാം അടിപൊളി ഇഷ്ടം. പ്രൈസൻ പോള് പക്ഷേ ആ മുന്തിരിങ്ങയും കപ്പലൻ അതും തിന്നിട്ട് ഒന്നും പറഞ്ഞില്ല. പ്രൈസൻ പറഞ്ഞു മമ്മി അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള. ബ്രെഡിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.